അധ്യക്ഷതയിൽ ഉപേക്ഷനായിരിക്കുന്ന KPCCയുടെ മെമ്പർ പ്രിയങ്കരായ ശ്രീ രോഹിത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി UDF നിയോജകമണ്ഡലം ചെയർമാൻ കൂടിയായ സുരേഷേട്ടൻ, PCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ P. രാജീവ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട ശ്രീ സുധീർ, പ്രിയങ്കരായ ശ്രീ ബെന്നി മാഷ്, പ്രിയപ്പെട്ട ശ്രീ NB അഷ്റഫ് അവർ, പ്രിയപ്പെട്ട ഗ്രാമീണമായി സംസ്ഥാനത്തുടനീളം അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ KPCCയുടെ അനുസ്മരണ സമ്മേളനം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുസ്മരണം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അനുസ്മരണ സമ്മേളനമാണ്. നല്ല പങ്കാളിത്തത്തോടുകൂടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുക. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി അവർ. കേരളത്തിൽ 1957 കേരളം രൂപം കൊണ്ട് ആദ്യം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തെ ചുമന്നെടുത്ത് കോൺഗ്രസ് ചേരിയിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരാണ്. 1967 9 എന്ന ഒറ്റ സംഖ്യയിൽ കേരള നിയമം അതിന് നേതൃത്വം കൊടുത്ത ശ്രീ വയലാർ രവിയും ശ്രീ AK അന്തയും മാങ്ങ കഴിച്ച് പാണ്ടിലോറിയിൽ സഞ്ചരിച്ച് പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങി പാർട്ടി കെട്ടിപ്പടാനിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ്. 1970 ഈ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാരിൽ 5 പേർ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജനാധിപത്യത്തിലെ അത്ഭുതമാണ് ആ സംഭവം. നമുക്കറിയാം, 50 വർഷം അരനൂറ്റാണ്ട് കാലം ജനതയെ അടക്കി ഭരിച്ചവരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ചരിത്ര പുസ്തകം. അത്യപൂർവം നേതാക്കന്മാരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളൂ. അത് പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭാ സാമാജികന്മാരുടെ ഉത്തരവാദിത്വം പലപ്പോഴും നിയമനിർമ്മാണം മാത്രമായിരുന്നു. MLA ആയി വിജയിച്ചു വരുന്നവരുടെ ഉത്തരവാദിത്വം തിരുവനന്തപുരത്ത് പോവുക, നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുക, അത് പാസ്സാക്കുക, അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുക. ലോ മേക്കിംഗ് ആണ്, നിയമനിർമ്മാണമാണ് ഒരു നിയമസഭാ സമാജമെങ്കിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമെങ്കിൽ ആ ഉത്തരവാദിത്തം